ദൈവത്തിന് സ്തുതി. ഞാനൊരു 4 മാസത്തോളമായിട്ട് ഒരു വീഴ്ച വീണ് രോഗിയായിട്ട് വീട്ടിൽ കിടപ്പായിരുന്നു ഒരു 10-50 ദിവസത്തോളം. അത് കഴിഞ്ഞ് പള്ളിയിലൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഒരു 3 ഞായറാഴ്ച ആയിട്ടുള്ളൂ. എങ്കിലും ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ അവസാന നിമിഷം വന്ന് പങ്കെടുത്തവനാണ് ഞാൻ. എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം, പ്രത്യേകിച്ചും കാറ്റും കടലും എല്ലാം ക്ഷോഭിച്ച് നിന്ന അവസ്ഥയിൽ കർത്താവ് വഞ്ചിയിൽ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ എനിക്ക് മുട്ടുകുത്താൻ സാധിച്ചു. ഞാൻ പള്ളിയിൽ വന്നാൽ കസേരയിൽ ഇരിക്കുക, അങ്ങനെ വളരെ വിഷമിച്ചാണ് ഞാൻ പള്ളിയിൽ ഇരുന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ആദ്യം മുട്ടുകുത്താൻ ശ്രമിച്ചിട്ട് നടന്നില്ല. 2ാമത്തെ പ്രാവശ്യം എനിക്ക് മുട്ടുകുത്തി ദൈവത്തെ സ്തുതിക്കാൻ പറ്റി. വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ കൃപ ചെയ്ത് തന്ന ദൈവത്തിന് 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അടുത്ത വരാം. സിസ്റ്റേഴ്സ് വരാം. 2 വചനം പ്രഘോഷിക്കാനായിട്ടുള്ളൊരു അവസരമാണ്. സിസ്റ്റർ പ്രാർത്ഥന നടത്തിയ കൊച്ചു കുഞ്ഞുങ്ങളുടെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഈ ധ്യാനത്തിൻ്റെ പ്രയർ ലീഡ് ചെയ്യുന്ന ആളുകൾ എന്നോട് പറഞ്ഞു പല തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങൾ മാറാനായിട്ട് സിസ്റ്ററോട് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ച് ഈ ദേവാലയത്തിൽ നടക്കില്ല എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ വളരെ വിഷമം ഞാൻ പറഞ്ഞു, എനിക്ക് കുട്ടികളുടെ ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്, അവരെല്ലാ ദിവസവും രാവിലെ ജപമാല ചൊല്ലി ഓരോരുത്തർ പ്രാർത്ഥനാ നിയമങ്ങൾ ആവശ്യപ്പെടും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളും മനുഷ്യനെ പ്രതി സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കുട്ടികളോട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അവരെ കൈ പിടിച്ച് രാവിലെ ജപമാല ചൊല്ലി ഈ ധ്യാനം ഏറ്റവും ഭംഗിയായിരുന്നുണ്ട്. പ്രത്യേകിച്ച് ദിവികാരൻ്റെ എഴുന്നള്ളിച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ ജപമാല തീർന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും അൽപ്പസമയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ആ പ്രാർത്ഥനകളുടെ ഇടയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടിച്ചേർക്കേണ്ട സമയത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി എന്നോട് വന്ന് ചോദിച്ചു, ടീച്ചറെ, പള്ളിയോട്ടും പള്ളിയിൽ നടക്കുന്ന ധ്യാനത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടി ഞാൻ ഉറക്കെ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിച്ചോ മോനെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന ഗ്രൂപ്പിൽ സംബന്ധിച്ചേട്ടെന്ന് പറഞ്ഞു, എല്ലാം ഞങ്ങൾക്കിവിടെ തിരുകാരനെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്താനുള്ള സൗകര്യങ്ങൾ ലഭിച്ചു തന്നു. അപ്പം ആ കുഞ്ഞു കുട്ടികളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഈശോയോടും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഏറെ വിലപ്പെട്ടതാണ് എന്ന് ഓരോ ദിവസവും അനുഭവിക്കുന്നുണ്ട്. അവർ നമ്മൾ ഈ ധ്യാനമൊക്കെ ആയിട്ട് നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ സാധിക്കാം, നമ്മൾ പ്രാർത്ഥിച്ചാൽ സാധിക്കും. കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ ദൈവസന്നിധിയിൽ എത്തിപ്പെടും. ഈ ദിവസങ്ങളിലെല്ലാം വൈകുന്നേരം ഒരു ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരം എനിക്ക് ധ്യാനത്തെ സംബന്ധിക്കാനായിട്ട് സാധിച്ചു. ഇവിടെ പറഞ്ഞ ഓരോ വചനങ്ങളും വളരെ ഹൃദയസ്പർശിയും ജീവിതത്തിൽ സൂക്ഷിക്കാവുന്നതുമായ വിലപ്പെട്ട ദാനങ്ങളായിരുന്നു. ഇത് ഇത് കൂടാൻ സാധിക്കാത്തവർക്ക് ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായി തന്നെ ഞാൻ കരുതുന്നു. അപ്പം ഇങ്ങനെയുള്ള നല്ല ജീവിക്കുന്ന വചനം ഞങ്ങളുടെ ഇടവയ്ക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്ന് സംബന്ധിക്കാനുള്ള അവസരമൊക്കെ ഒരുക്കി തന്ന ദൈവത്തിനും ഒപ്പം തന്നെ ബ്രദറിനും നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ ബ്രദറിലും സമർപ്പിക്കുന്നു.
കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്ത് കൊടുക്കും? രക്ഷയുടെ കാസ കയ്യിലെടുത്തുകൊണ്ട് ഞാൻ അവിടുത്തെ സ്തുതിക്കും. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കർത്താവിനോട് എന്താണ് പറയേണ്ടതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ ധ്യാനം ഇവിടെ നടന്നപ്പോൾ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞു, അവിടെ പോയി പേര് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ഇരുന്നതൊക്കെ കേട്ടോളാൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ 8 മണിക്കൂർ ഇരിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ പോലും വയ്യ. അതുകൊണ്ട് അതിന് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വൈകുന്നേരം ഇവിടെ 3 മണിക്കൂർ പ്രാർത്ഥനയുണ്ടല്ലോ. അപ്പോൾ ഈശോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോ 3 മണിക്കൂർ എന്ന് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയം തോന്നി. കാരണം 3 മണിക്കൂർ എനിക്ക് ഇരുന്ന് ഈ ധ്യാനം കേൾക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട്. അപ്പോഴും ഞാൻ ഈശോട് പറഞ്ഞു, ഈശോ നീ ഇതൊന്ന് ക്രമീകരിക്കാമോ? ഉടനെ ബ്രദർ പറഞ്ഞു, 2 മണിക്കൂർ, 1 മണിക്കൂർ ക്ലാസ്, 1 മണിക്കൂർ ആരാധന, പിന്നത്തെ താമസിച്ച് ധ്യാനിക്കുന്നവർ. ഞാൻ ദൈവത്തോട് 1000 നന്ദി പറഞ്ഞു. അത് എല്ലാ ദിവസവും എനിക്ക് യാതൊരു കുറവും കൂടാതെ ഓടി വന്ന് ഇതിനെല്ലാം സംബന്ധിക്കാൻ സാധിച്ചു. കൂടാതെ ഇന്ന് എന്നെ ദൈവം അനുഗ്രഹിച്ചത് ഓർത്താൽ ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തോട്, ജീവിക്കുന്ന ദൈവത്തോട് ഞാൻ നന്ദി പറയുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇന്ന് രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇങ്ങനെ ആവശ്യപ്പെട്ടു, സിസ്റ്റേഴ്സിന് നല്ല അഭിഷേകമാണ്, സിസ്റ്റേഴ്സിന് വന്ന് സംബന്ധിക്കാൻ. ഇത് കേട്ട വഴി കാപ്പി കുടിച്ചെല്ലാം ഇവിടെ കളഞ്ഞിട്ട് ഞാൻ ഓടുക ചെയ്തത്. ഇവിടെ വന്ന് ഞാൻ താഴെ വന്നിരുന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്നെ അറിയുന്ന പലരും ചോദിച്ചു, വെള്ളം വേണം, അത് വേണം, ഇത് വേണമെന്നൊക്കെ. ഞാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അതെല്ലാം ഞാൻ കർത്താവിൻ്റെ ആ വചനത്തിൽ ഞാൻ വേണ്ടുവോളം ആസ്വദിച്ച് ദൈവം എന്നെ അത്രമാത്രം പരിപാലിച്ച ആ വചനത്തിൽ കൂടെ. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് മടത്തിപ്പോയി ഭക്ഷണം കഴിച്ചിട്ട് അപ്പം തന്നെ ഓടിപ്പോന്നു ക്ലാസ്സിലിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് രണ്ടാമത് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിനെ എൻ്റെ തലയിൽ കൈവച്ച് ചേച്ചിവിലച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നെയുണ്ട്. വേദനകളുടെയോ രോഗങ്ങളുടെയോ ഒന്നും എന്നെ അലട്ടുകയില്ല എന്ന്. എനിക്ക് ലിവർ സിറോസിസ് എന്ന രോഗത്താൽ ഞാൻ ചിലപ്പോഴെല്ലാം 3 മണിക്കൂറൊക്കെ രാത്രി വേദന അനുഭവിക്കാറുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ക്രൂശിതനായ ഈശോയാണ് എനിക്ക് ആശ്വാസം നൽകുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു ക്യാൻസർ രോഗിയായിട്ട് 32 റേഡിയേഷൻ എടുത്ത് എൻ്റെ വൻകുടൽ പുറത്ത് 9 മാസം ഇരുന്ന് അങ്ങനെ ഒരു 11 മേജർ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വചനം കേൾക്കുന്നിടത്ത് ഞാൻ ഓടിച്ചെല്ലാറുണ്ട്. എനിക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഭേദമില്ലാതെ ഒത്തിരി പേരുടെ പ്രാർത്ഥന ഇന്നും എനിക്ക് രോഗം വന്നതിന് ശേഷം എല്ലാം കിട്ടുന്നതാണ്. വയനാട്ടിൽ നിന്ന് എന്നെ അറിയാത്ത ഒരു കുട്ടി വിളിച്ചിട്ട് പറയും, കർത്താവ് ഇങ്ങനെ പറയുന്നു, ആദാം ഇങ്ങനെ പറയുന്നു, ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് ചെയ്യുക. അപ്പോൾ എനിക്ക് പനിയോ വേറെ വേദനകളോ വന്നാലും യാതൊരു ടാബ്ലറ്റോ ഒന്നും എടുക്കത്തില്ല. എനിക്ക് ടൈക്കർബാം എന്നൊരു അത് മാത്രമേ എൻ്റെ ശരീരത്തിൽ വേദന വന്നാൽ പരത്താവുള്ളൂ. പക്ഷെ അത് ചിലപ്പോഴെല്ലാം കൂടി പരത്തിയാൽ മറ്റുള്ളവരുടെ കൈയുടെ തൊലി പോയാലും എൻ്റെ ശരീരത്തിന് ഏൽക്കില്ല. പക്ഷെ ഈശോ എനിക്ക് തന്ന ആ കൃപ, ആ സന്തോഷത്തിൻ്റെ കൃപ ആരും പറയില്ല. എൻ്റെ സ്വരം കേട്ടാൽ ഞാൻ ഇങ്ങനെ രോഗിയാണെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയേറെ വേദനകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്ന് ആർക്കും ലോകത്തിലുള്ളവർക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈശോ എന്നെ അത്രയേറെ പരിപാലിക്കുന്നില്ല. ഇനി ബ്രദറിനെ സംബന്ധിച്ച് പല വർഷങ്ങൾക്ക് മുമ്പ് ബ്രദർ ബോംബെയിൽ വന്ന ഇടയ്ക്ക് മുരിങ്ങൂർ ഒരു ധ്യാനം നടന്നപ്പോൾ പ്രൊവിൻഷാമ എന്നെ പറഞ്ഞു വിട്ടു. എറണാകുളം പ്രൊവിൻസിൽ നിന്ന് ഒരു സിസ്റ്ററിനെ ഞാൻ പോകുന്നതുകൊണ്ട് കൂട്ടായിട്ട് വിട്ടു. ആ സിസ്റ്റർ ക്യാൻസർ രോഗം വന്ന് മരിച്ചുപോയി. അതിനുശേഷമാണ് എനിക്ക് വരുന്നത്. അപ്പോഴും ഞങ്ങൾ അത്രയേറെ ഉണ്ടെങ്കിലും ഞാൻ ബ്രദറിനെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോഴിങ്ങനെ ഇവിടെ നിന്ന് പോയി മുരിങ്ങൂരിന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഏതോ രീതിയിൽ വായിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആളുണ്ട്, ഇന്ന കാര്യങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബ്രദർ തോമസ് പോൾ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അന്ന് മുരിങ്ങൂർ പോയിരുന്ന് പാടി ആ പാട്ടും അതിനകത്തുള്ള കൂടുതലായിട്ട് ഈ പാട്ടിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന സങ്കീർത്തനങ്ങളുടെ പാട്ടാണ്. ബാക്കി പരിശുദ്ധാത്മാവിൻ്റെ പാട്ടിലെല്ലാം കേട്ടപ്പോൾ ഞാൻ ആ മുരിങ്ങൂർ ധ്യാനം കൂടി ആ ഒരു രംഗമാണ് എനിക്ക് മനസ്സിൽ കൂടി എപ്പോഴും വന്നത്. അപ്പോൾ ദൈവം എന്നെ വചനം കേൾപ്പിക്കാനും വചനത്തിൽ ജീവിക്കാനും വചനത്തിൽ ആശ്വാസം കണ്ടെത്താനും കൃപ നൽകിയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ബ്രദറിനെ ഇനിയും ദൈവം ആ കർത്താവിൻ്റെ വചനത്തിൽ ജീവിക്കാനും മരിക്കാനും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം കേൾക്കുന്നവർ അതിൽ സന്തോഷം കണ്ടെത്താനും ഏതൊരു തിരമാലയുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ട്, അവൻ അറിയാതെ നമ്മുടെ ഈ പടവിനകത്ത് അവനുണ്ട്, അവൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ആ ഒരു ആത്മധൈര്യം നമുക്കുണ്ടാകണം. 32 റേഡിയേഷൻ എടുത്ത് ഞാൻ ടേബിളിൽ കയറി കിടക്കുമ്പോൾ എനിക്ക് ഓപ്പറേഷൻ ഒന്നും അല്ലായിരുന്നു, മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നു.
റേഡിയേഷന് പേര് വിളിച്ച് കഴിയുമ്പോൾ ഞാൻ ആകെ വേറെ ഒരു വ്യക്തിയായി തീരുമായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ, രണ്ടാമതോടെ ചെന്നപ്പോൾ ആ പ്രദേശത്തേക്ക് നോക്കാൻ പോലും എനിക്ക് ധൈര്യം തോന്നിയില്ല. ഇതൊക്കെയാണ്. പക്ഷെ ദൈവം എനിക്ക് ഒന്നിനും കുറവ് വരുത്താതെ വളരെ സന്തോഷമായി ഇന്ന് ഈ നിമിഷം വരെ കൊണ്ടുപോയതിന് ദൈവത്തോട് ഞാൻ 1000 നന്ദി പറയുന്നു. ബ്രദറിനോട് എന്നെ ഒരിക്കൽ കൂടി വചനത്തിൽ ആഴമായി വളർത്തുവാൻ സഹായിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ബ്രദറിനോട് നന്ദി പറയുന്നു. നിങ്ങളുടെ ടീം ഇനിയും വളരട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരിമാർ ഒരാൾ വരുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വരാനും നമ്മൾ ഇനി അധികം താമസമില്ല. ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് പോകണം. നാളെ മുതൽ മറ്റന്നാൾ മുതൽ IMS ആലപ്പുഴയിൽ വലിയ കൺവെൻഷനാണ്. എനിക്ക് എന്താ പറയുന്നത്, ഞാനിവിടെ എന്നെയും ഇവിടെ വരെ എത്തിച്ച് വിനായകനായിട്ട് നന്ദി പറയുന്നു. എൻ്റെ മൂത്ത മകൾക്ക് ഫിക്സിൻ്റെ അസുഖമാണ്. അവള് നഴ്സറി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അസുഖം തുടങ്ങിയത്. ഈ സ്കൂളിൽ പഠിച്ച് അവളിപ്പോൾ +2 കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞു, അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഞാൻ നമ്മളെ രക്ഷിച്ച് കൊണ്ടിരുന്നു. ഒരു ദിവസം പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞ് അവരവളെ ഈശോ അവളെ ഉള്ളം കയ്യിൽ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം അങ്ങനെ കൊണ്ടുനടന്ന് അവളെ അങ്ങനെ കുറച്ച് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരുടെ അസുഖം പറഞ്ഞു. ഇന്ന് ബ്രദർ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു, നോക്കി ഇനി അസുഖമൊന്നും ഉണ്ടാവില്ല, ധൈര്യമായി ഇപ്പോൾ സുവിശേഷം വായിച്ചു ധ്യാനിച്ചോളാൻ പറഞ്ഞ് ആ വിശ്വാസം ഞാനിരിക്കുന്നു. അതിനുശേഷം എൻ്റെ മകൾക്ക് അസുഖം ഉണ്ടായ പിന്നെ ഒരു കുഞ്ഞു പോലിലാണ് ഞാൻ വിഷമിച്ചിരിക്കുന്നു. വയസ്സ് 47 ആയപ്പോൾ ഞാൻ ഇവിടെ നന്ദിന് സ്നേഹം മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഈശോമ്മയ്ക്ക് പ്രായമായപ്പോഴും കുഞ്ഞിനെ കൊടുത്തല്ലോ, എനിക്കും എൻ്റെ പ്രായം കഴിഞ്ഞ് അങ്ങ് അറിയുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് കുഞ്ഞിനെ തെറ്റിന് ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ആ സമയത്ത് ചിക്കൻ കുഞ്ഞു പെങ്ങി ബാധിച്ച് ഞാൻ കിടക്കണം. കിടന്നുവെച്ച് മാസങ്ങളായ 2 മാസമായിട്ട് എൻ്റെ ശാന്തി മാറുന്നില്ല. അത് ഞാൻ ഡോക്ടറെ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ഗർഭിണിയാണെന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. ഡോക്ടറോട് ഞാൻ ചോദിക്കുക, ഡോക്ടർക്ക് തെറ്റിപ്പോയതാണ്, ഡോക്ടർക്ക് എനിക്ക് ഡോക്ടർ തെറ്റിപ്പോയതാണെന്നുള്ള രീതി വരെ പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു എനിക്ക് പ്രായമായതുകൊണ്ട് ആ കുഞ്ഞിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മുടെ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞ് ഏത് രീതി ആയാലും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് ജീവനുള്ള കുഞ്ഞിനെ കിട്ടിയമായിരുന്ന വിശ്വാസത്തിൽ ഞാൻ ഡോക്ടർ എന്നാലും ടെസ്റ്റ് അയക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് പോയി. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈശോയോട് പറഞ്ഞെങ്ങനെയാണ് അവരെന്ത് ടെസ്റ്റ് ചെയ്താലും ഓക്കെ എന്ന് കാണിക്കുക, ശരി എന്ന് കാണിക്കുക മറ്റേ ആഗ്രഹിക്കുള്ളൂ. അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ആ റിസൾട്ട് വന്നെങ്കിൽ ഡോക്ടറെ നിർബന്ധിക്കും, ഭർത്താവിന് അസ്വസ്ഥ ഉണ്ടാവും. അതെല്ലാം എൻ്റെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈശോയെ അത് ശരിയായുള്ള റിസൾട്ട് മാത്രം മതിയെങ്കിലും പറഞ്ഞു. അതുപോലെ റിസൾട്ട് വന്നു ശരിയായി തന്നെ. എന്നിട്ട് കുഞ്ഞുണ്ടാവണം എൻ്റെ ഉണ്ടായി. പിറ്റേ ദിവസം ഇവന് അസുഖം ഉണ്ടാവുകയാണ്. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ മെഡിക്കൽ സെൻ്ററിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയാം. കാരണം എൻ്റെ കുഞ്ഞോക്കെ കാണിച്ചു തന്നിട്ടാണല്ലോ ഈശോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നത്. അതിലൊന്നും ഞാൻ തലക്കുന്നില്ല. ഞാൻ വീട്ടിലും എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഭർത്താവ് പോകണം. ഞാനൊരു ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിലേക്ക് എടുക്കുന്നു. 10-ാം ദിവസം ഞങ്ങൾ കണ്ടുകൊടുക്കുന്ന ആശുപത്രി ചെന്ന് കണ്ടുകൊടുക്കുന്ന മെഡിക്കൽ സെൻ്ററിൽ അവിടെ വെച്ച് കാണാം. അവനെ ഇങ്ങോട്ടില്ലാന്ന് രീതി പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും അവർക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെയുള്ള പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അവൻ സുഖമായി 1 മാസം അവിടെ ആശുപത്രിയിൽ നിന്ന് ഇവിടെ വന്നു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അസുഖം കൂടാണ്. എൻ്റെ അസുഖം ഡോക്ടേഴ്സും വരാറില്ല. വീണ്ടും എന്നാണെങ്കിലും വീണ്ടും 1 മാസത്തോടെ ഞങ്ങൾ മെഡിക്കൽ സെൻ്ററിൽ കിടന്ന് ഇപ്പോൾ അവന് 6.5 വയസ്സായി. അവർ സുഖമായിട്ടിരുന്നു. എന്നും ഇവിടെ വന്നിട്ടായിരുന്നു. ഇന്ന് വന്നില്ല. ഇന്ന് കുഞ്ഞേച്ചി വീട്ടിലുള്ളതാണ്. ആ കുടുംബത്തിൽ ഇന്ന് പഠിക്കുകയാണ്. വെളുക്കിനായിട്ട് ചിച്ചിരി കുശത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ സ്വഭാവത്തിലേക്ക് അങ്ങനെ അപ്പിച്ചിയുടെ പേര് ചാക്കോന്നാണ്. എന്നാൽ ഞാൻ അപ്പിച്ചിയോട് പറഞ്ഞു അപ്പിച്ചി നമ്മുടെ പുണ്യാളുടെ പേര് തന്നെ ഇടണമെന്ന് പറഞ്ഞ് അങ്ങനെ അന്തരീക്ഷനാളുടെ പേരായിട്ട് വെളുക്കിനായിട്ട് ജയിച്ചിരിക്കുന്നു. നമ്മളങ്ങനെ ഇന്നത്തെ ഈ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ഞങ്ങൾ നേരുന്നു. അങ്ങനെ ക്രിസ്മസിന് വേണ്ടി
നക്ഷത്രം കെട്ടുമ്പോൾ എന്തോർക്കണം? എന്താണ് നക്ഷത്രം? ജ്ഞാനമാണ്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അപ്പോൾ ഇപ്പോഴേ തന്നെ നക്ഷത്രം കെട്ട്, എന്നിട്ട് നക്ഷത്രത്തിനെ നോക്കിക്കൊണ്ട് ദൈവമേ ജ്ഞാനം നൽകണേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, വെളിവ് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടരാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാൻ്റെ അപേക്ഷ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ഈ മൈക്ക് സെറ്റെല്ലാം ഭംഗിയായി അവതരിപ്പിച്ച എല്ലാവർക്കും നന്ദി. ജേക്കബ് എവിടെ പോയി? ജേക്കബിന് നന്ദി. താങ്ക് യു.